ഇതാണോ ഒരു ഉഷാറില്ലാത്ത? അയ്യേ സങ്കടം വരുന്നു. ശരി പോയാ പാല് കുടിക്ക്. അസ്സലാമലൈക്കും, ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഒരുപാട് ദിവസമായില്ലേ നമ്മൾ വ്ളോഗ് ഇട്ടിട്ട്, അതും പാലക്കാടിലെ വീട്ടിലുള്ള വ്ളോഗ് ഇട്ടിട്ട് അതിലേറെ ദിവസമായില്ലേ. എന്നോട് കുറേ പേര് പറയുന്നുണ്ടായിരുന്നു, ജിനി വിരുന്ന് കഴിഞ്ഞില്ലേ, അങ്ങോട്ട് പോകുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. എന്തായാലും 6-5 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വ്ളോഗായിട്ട് വന്നേക്കുവാണ് കേട്ടോ. ഞാൻ വീട്ടിലുള്ളൊരു വ്ളോഗും കൂടി ഉണ്ട്. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു, ഓക്കെ എല്ലാവർക്കും നമ്മുടെ ചായ ഉണ്ടാക്കലും ഒക്കെ മിസ്സാവുമല്ലേ. അപ്പോൾ പാലക്കാട്ടിലെ വ്ളോഗ് എന്നിട്ടിട്ട് പിന്നെ വീട്ടിലുള്ള വ്ളോഗ് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാ ജിമ്മിലെല്ലാം പോയി വന്നു. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഡിസംബർ 19 ഞാൻ ജിമ്മിൽ പോകുന്നത് നിർത്തിയിട്ട് ഇന്നാണ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ, റീസ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടൊന്നുമില്ല, 1-1.5 കിലോ ഒക്കെ കൂടി. അത് ഞാൻ ഇവിടെ വന്നിട്ട് ഡയറ്റ് എടുത്തിട്ട് കുറയും ചെയ്തു കേട്ടോ. പിന്നെ ഫാറ്റ് കൂടിയൊന്നും അറിയില്ല, ഫേസൊക്കെ ഒന്ന് കൂടിയ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് കുറയ്ക്കാം, ഓക്കെ. അപ്പം ഇതാ ആൾക്ക് ഭയങ്കര സങ്കടം വരും കേട്ടോ. കുറച്ച് ദിവസമായില്ലേ സ്കൂളിലൊക്കെ പോയിട്ട് മടി, ഭയങ്കര വെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ശരിക്കും വെയ്യായികയാണോ എന്നറിയില്ല. അപ്പോൾ എന്തായാലും ഇന്ന് MS-ൻ്റെ എക്സാമും ആണ്. അപ്പോൾ എക്സാമിന് പോകണമല്ലോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞ് വിട്ടിട്ടുണ്ട് കേട്ടോ. ഇതാ ചായ റെഡി ആയിട്ടുണ്ട്. അവനക്ക് ബൂസ്റ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇച്ചിരി ബൂസ്റ്റ് ഇട്ടു കേട്ടോ എൻ്റെ ചായയിൽ. ഇനിയിപ്പോൾ ഇതെല്ലാം നിർത്തണം, നോക്കട്ടെ ചായ നിർത്താൻ പറ്റുമോ എന്നുള്ളത്. വീട്ടിൽ പോയപ്പോൾ 2 നേരം ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ ചായ എല്ലാം ഒന്ന് കൊണ്ടുകൊടുത്ത ശേഷം ഞാനും റിഹാനും ഒക്കെ ഇരുന്ന് ചായ കുടിക്കുകയാണ്. അയൻകുട്ടി പാലിന് പകുതിയെ കുടിച്ചിട്ടുള്ളൂ. എന്തോ ഒരു പ്രശ്നമുണ്ട് അവനക്ക്, എന്താണെന്നുള്ളത് കറക്റ്റ് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്തായാലും ഇപ്പം മുടി ഞാൻ സ്ട്രെയിറ്റ് ചെയ്ത പിന്നെ എനിക്ക് മുടി ഇങ്ങനെ കെട്ടാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. അതായത് ഞാൻ ഫ്ലവർ ക്രാബ് ഇടുമായിരുന്നല്ലോ, അങ്ങനെ ഫ്ലവറിൻ്റെ ക്രാബ് ഇടാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. മുടി വളയെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അഴിച്ചിടുന്നത് കേട്ടോ. മാക്സിമം ഞാനിങ്ങനെ കെട്ടി വെക്കാറില്ല മുടി. അപ്പോൾ എന്തായാലും ഇതാ ഞാൻ ചായ എല്ലാം വേഗം കുടിച്ച ശേഷം റിഹാനിക്ക് ഇന്ന് നെയ്ച്ചോറ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ നെയ്ച്ചോറാണ്. അപ്പോൾ നെയ്ച്ചോറും പിന്നെ ചിക്കൻ ഗ്രേവി ഉണ്ടായിരുന്നു. ഗ്രേവിനെ ഞാൻ നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ വേഗം നെയ്ച്ചോറൊന്ന് ചൂടാക്കിയെടുത്തു. അയാൾക്ക് പിന്നെ ദോശ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പൊടി ദോശ ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു കേട്ടോ. വേറെ ചമ്മന്തി ചട്നിയൊന്നും അരയ്ക്കാൻ സമയമില്ല, അപ്പോൾ അവനക്കിത് മതി പറഞ്ഞു. അങ്ങനെ ഇതാ പൊടി ദോശയ്ക്ക് ഒന്ന് ഉണ്ടാക്കിയെടുത്ത് കുറച്ച് നെയ്യൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ ഇഡലിപ്പൊടി മുകളിൽ ധാരാളം സ്പ്രെഡ് ചെയ്തിട്ടാണ് കേട്ടോ പൊടി ദോശ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇതാ നമ്മൾ നെയ്ച്ചോറ് ഇപ്പുറത്ത് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഒരുപാട് കമൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഒരുപാടുണ്ട്. എന്താ ജിനു വീഡിയോ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. എൻ്റെ പഴയ വീഡിയോസൊക്കെ എടുത്ത് കണ്ട് അതിലാണ് കേട്ടോ ഇപ്പോൾ കമൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. പഴയ വീഡിയോസൊക്കെ ആൾക്കാർ കാണുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട്. പിന്നെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെയാണോ ഇപ്പോഴും ഉമ്മയും മകനും മക്കളും ഒക്കെ നല്ല സ്നേഹത്തിൽ തന്നെയാണോ? അതെ സ്നേഹത്തിൽ തന്നെയാണ്. പിന്നെ ചെറിയ പൊട്ടലും ചീറ്റലും ഒക്കെ എല്ലാ ഫാമിലിയിലും ഉണ്ടാവുമല്ലോ, അതേപോലെ എന്തെങ്കിലുമൊക്കെ സൗന്ദര്യപ്പിണക്കങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് നീണ്ടു നിന്ന് പോയിട്ടില്ല ഇതുവരെ. അത് എൻ്റെ ഭാഗ്യമായിട്ട് തന്നെ ഞാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ ജിനി പാചകം ചെയ്യുന്നതിൽ വളരെ മിടുക്കിയാണെന്ന്. താങ്ക് യു സോ മച്ച്. പിന്നെന്താണ്, അങ്ങനെ ഒരുപാട് കമൻസ് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ നമ്മുടെ വീഡിയോ പണ്ടെങ്ങാണ്ടോ കണ്ടിട്ട് ഇഷ്ടമായിട്ട് സബ് ചെയ്ത് ഡെയിലി കാണും. പക്ഷെ എന്തോ ഒരു അഭിപ്രായം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പോൾ അതിന് ഞാൻ റിപ്ലൈ കൊടുത്തത് അവർക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. ഞാൻ എന്തോ ആക്കിയ റിപ്ലൈ ആണ് കൊടുത്തതെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കമൻറ്റാണ് കണ്ടത്. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവില്ല, എനിക്ക് ഏതാണെന്ന് ഓർമ്മയില്ല. ഇനി അഥവാ ഹേർട്ടായിട്ടുണ്ടെങ്കിൽ ശരിക്കും സോറി കേട്ടോ. ഞാൻ വിചാരിച്ചിട്ടില്ല അങ്ങനെ ഒരാളെ വിഷമിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്താണ്, ഇത്രയൊക്കെ നോക്കിയിട്ടും ജിനിയുടെ ഡ്രസ്സൊന്നും ഭംഗിയില്ലല്ലോ. സിസ്റ്ററിൻ്റെ സെലക്ഷൻ സൂപ്പർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സിസ്റ്ററിനോട് ഞാൻ പറയാം. ഞാൻ ഡ്രസ്സിൻ്റെ ഭംഗിനെക്കാട്ടിലും എനിക്ക് കംഫർട്ടാണോ എന്നാണ് ഞാൻ കൂടുതൽ നോക്കാറ്. എനിക്കത് ഇടുമ്പോൾ സുഖമാണോ എന്നുള്ളതാണ്. എനിക്കത്
അങ്ങനെയാണ് ഞാൻ പണ്ട് മുതലേ നോക്കുന്നത്. എനിക്ക് കുറച്ച് ലൂസായിട്ട് ഇടുന്ന കോട്ടൻ്റെയൊക്കെ ഡ്രസ്സുകളാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. അല്ലാണ്ട് ഭയങ്കരമായിട്ട് ഭംഗി അങ്ങനെ നോക്കാറൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ മോനിക്കുള്ള ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ കുറച്ച് ഐറ്റംസ് ഉണ്ട്, അതിൻ്റെ റെസിപ്പിയൊക്കെ നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ വീഡിയോ കുക്കിങ്ങും കൂടിയല്ലേ, കുക്കിംഗ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നോർമൽ ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നെയ്ച്ചോറ് കേട്ടോ, സ്പൈസസ് മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കില്ലേ നെയ്ച്ചോറ്, അതുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ക്യാപ്സിക്കം ഒക്കെ ഇട്ടിട്ടുള്ള കുറച്ച് ലൂസായിട്ടുള്ള ഗ്രേവി, ഭയങ്കര തിക്കായിട്ടല്ല കേട്ടോ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കിയ നമ്മുടെ ലഞ്ച്. അപ്പോൾ ഇതാ നെയ്ച്ചോറൊക്കെ വിളമ്പി അതിലോട്ട് എനിക്കിഷ്ടമാണ് ഈ സുർക്ക എന്ന് പറയുന്നത് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ് എനിക്കത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് അതിന് പറയാമെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പിന്നെ ഫ്രൈയും ചിക്കൻ ഗ്രേവി പപ്പടം, ഈ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാട്ടോ എനിക്ക്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെയൊക്കെ റെസിപ്പി നോക്കാം അല്ലേ. ആദ്യം തന്നെ ഞാനിവിടെ ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. പിന്നെ കുറേ ദിവസമായില്ലേ വ്ളോഗ് ഇട്ടിട്ട്, അപ്പോൾ പറയുന്നതിൽ അതിൻ്റേതായ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്, മുളക് പൊടി 2 സ്പൂണ്, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ ചാറ്റ് മസാല. പിന്നെ മീറ്റ് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ സോയാ സോസും BBQ സോസും ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഭയങ്കര ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതാ ചില്ലി ഗാർലിക് ഷെസ്വാൻ സോസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതിലോട്ട് ഞാൻ കടലമാവാണ് കേട്ടോ, ഏത് തരത്തിലുള്ള പൊടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് കസൂരി മേത്തി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ BBQ സോസും അതുപോലെ സോയാ സോസും ഒഴിച്ചു കൊടുത്തുകൊണ്ടാണ് നാരങ്ങ തൈരൊന്നും യൂസ് ചെയ്യാത്തത് കേട്ടോ. പിന്നെ 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ വേണം, അത് പെട്ടെന്ന് മറന്നു പോയതാണ്. അപ്പോൾ ഞാൻ എന്തായാലും അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സാക്കിയ ശേഷം ഒരു 1 ഹവറൊക്കെ നമുക്കിത് മാറ്റി വെച്ചാൽ മതി. അപ്പോഴത്തേക്കും നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഞാനിത് വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ വേഗം എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് തിളച്ച ശേഷം ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നല്ല സോഫ്റ്റാണ് മീറ്റിന്. അതേപോലെ ഇത് ഷാലോ ഫ്രൈയും ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ എണ്ണ ഒഴിച്ചത് ഇച്ചിരി കൂടിപ്പോയി, ഇത്ര എണ്ണൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാൻ എല്ലാ ചില്ലിയും കൂടെ ഓരോന്നായിട്ട് മറിച്ചിട്ട് ഇവിടെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. പിന്നെന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ എന്തായാലും പറയണം. വെക്കേഷനൊക്കെ എവിടെ പോയി, എങ്ങനെ അടിച്ചു പൊളിച്ചോ, ഇതെല്ലാം പറയണം കേട്ടോ. ഞങ്ങൾക്ക് എവിടെയും പോകാൻ പറ്റിയില്ല. ഒന്നാമത് താത്ത ഉണ്ടായിരുന്നില്ല, അപ്പോൾ നമുക്ക് പോകാനൊരു മൂഡും ഉണ്ടായിരുന്നില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ. പിന്നെ നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണാർക്കാട് എവിടെയാണ് വീട് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അലനല്ലൂരാണ് കേട്ടോ വീട്. നമ്മൾ ആ ഷോർട്ട് കട്ടില്ലേ എടത്തനാട്ടുകര പോകുന്ന ആ ഒരു ഭാഗത്താണ് നമ്മുടെ വീട് വരുന്നത് കേട്ടോ. പുഴപ്പാലൊക്കെ കഴിഞ്ഞിട്ടുള്ള അതാണ്. പിന്നെ വെക്കേഷൻ കഴിഞ്ഞ് വന്നില്ലേ എന്നുള്ളത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഇവിടുത്തെ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ. അങ്ങനെ ചിക്കൻ ഫ്രൈ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ മുളക് വറുത്തിടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കിയിട്ടെടുക്കാം. നെയ്യും വെളിച്ചെണ്ണയും ഈക്വലായിട്ട് എടുക്കുക. പിന്നെ പട്ട ഗ്രാമ്പൂ ഏലക്ക അതുപോലെ വലിയ ജീരകം ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും എടുത്തിട്ടുണ്ട്, രണ്ടും പകുതി പകുതി എടുത്തിട്ട് നമുക്കിതൊന്ന് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴച്ചിട്ടെടുക്കണം. പിന്നെ ഒരു 2-3 ചുവന്നുള്ളിയും കൂടെ ചുവന്ന മുളകും കൂടെ ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ട് വഴച്ചിട്ടെടുക്കാം. ഒന്നായ ശേഷം ഞാനിവിടെ ഒരു 3-4 സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ കേട്ടോ. പൊടികളായിട്ട് ഇവിടെ മല്ലിപ്പൊടി, മുളക് പൊടി, അതുപോലെ ഗരം മസാല, പിന്നെ മാഗി ക്യൂബ്, ചാറ്റ് മസാല, പിന്നെ ഇക്ക സ്പെഷ്യലായിട്ട് പൊടിച്ച് വെച്ചിരുന്ന ഒരു മസാല ഉണ്ടായിരുന്നു, അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ എല്ലാ ഗരം മസാലയും പ്ലസ് നമ്മുടെ എന്താ പറയുക ചില്ലി അല്ലേ ഉണക്കമുളക് അതും കൂടെ ചേർത്തിട്ടാണ് പൊടിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഒരു 2 തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലുതാണെങ്കിൽ 1 മതി. അടച്ച് വെച്ചിട്ട് ഈ മസാലയൊക്കെ നന്നായിട്ട് വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ആ സമയം കൊണ്ട് ഞാനിവിടെ ചിക്കനൊക്കെ
നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 കിലോളം ചിക്കൻ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. പിന്നീട് നമുക്ക് ഇതിലോട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ആദ്യം ഈ ചിക്കനിലോട്ടൊക്കെ നല്ലപോലെ മസാലയൊക്കെ പിടിക്കട്ടെ. ആ ഒരു ടൈം വരെ നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കണം. അങ്ങനെ ഇതാ ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കി ഇനി നമ്മൾ അടച്ചു വെക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചെറുതാക്കി ചൂടാക്കിയ വെള്ളം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പം ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് എടുത്തു. പിന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ അടച്ചു വയ്ക്കുകയാണ്. വീണ്ടും നമുക്കിത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ടെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് ആയ ശേഷം നമുക്ക് ഇതിലോട്ട് ഇനി ക്യാപ്സിക്കം, പച്ചമുളക് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ നന്നായിട്ട് ഇളക്കിയിട്ട് വീണ്ടും അടച്ചു വയ്ക്കുകയാണ്. നല്ലതുപോലെ ഒന്നും കൂടെ ഇറച്ചിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോഴത്തേക്ക് ഇച്ചിരിയൊക്കെ കുറുകിയിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് കുറുക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, തേങ്ങാപ്പാൽ ഒഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ചും കൂടെ ഒന്ന് കുറുക്കി എടുത്ത ശേഷം ഇച്ചിരി ലെമണിൻ്റെ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയുടെ ആ ഒരു തിക്ക് ഇതുപോലെയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ഇച്ചിരി തിക്ക് ഓടുകൂടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കിയിട്ടെടുക്കാം. പിന്നെ ഈസി ആയിട്ടുള്ള ഈ നെയ്ച്ചോറും നെയ്യും എണ്ണയും എടുത്തിട്ടുണ്ട്. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ്, വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസ്റ്റാണ് കേട്ടോ വലിയ ജീരകം. പിന്നെ ഒരേ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കിയെടുത്ത ശേഷം നമുക്കിതിലോട്ട് നെയ്ച്ചോറിൻ്റെ അരി അളന്ന് വെച്ച പാത്രത്തിൽ ഞാൻ എന്തായാലും ഒരു 1/4 കേട്ടോ, 1/4 വെള്ളമാണ് കേട്ടോ എടുക്കാറ്. അതായത് 1 ഗ്ലാസ് അരിയാണെങ്കിൽ 1.5 1/4 ഇടയിലാണ് ഞാൻ വെള്ളം എടുക്കാറ്. 2 എടുത്താൽ വെന്തോടയുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിവിടെ കുറച്ച് കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്ത് ഉപ്പും ചേർത്ത് കൊടുത്ത് ഇച്ചിരി നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുത്തു. അരി പൊട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളം നന്നായി തിളച്ച് വന്ന ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. കഴുകി വാരി വെച്ച അരിയാണ്. പിന്നെ കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. അതിട്ട് കൊടുത്താൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയെടുക്കുക, അടച്ചു വയ്ക്കുക. പിന്നെ ദമ്മ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഇതിലോട്ട് ഉള്ളിയോ ക്യാഷ്യൂ ഒന്നും ഫ്രൈ ചെയ്തൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഭയങ്കര സിമ്പിളായിട്ടുള്ള നെയ്ച്ചോറല്ലേ. പിന്നെ ലാസ്റ്റ് ഇച്ചിരി മല്ലിയില തൂവിയിട്ട് നമുക്കിത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റി നെയ്ച്ചോറ് റെഡി കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വ്ളോഗിൽ നോയ്സൊക്കെ വരാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. അപ്പുറത്ത് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ലഞ്ച് ഇന്നത്തെ ഇതായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരുപാട് വെന്തുടയാത്ത വേറെ ആയിട്ട് നിൽക്കുന്ന അരിയുടെ നെയ്ച്ചോറുണ്ടാവില്ലേ, എനിക്ക് അങ്ങനെയാണ് കേട്ടോ പൊതുവെ ഇഷ്ടം. അതിലോട്ട് നല്ല സോഫ്റ്റ് ചിക്കൻ ഫ്രൈയും ചിക്കൻ ഗ്രേവിയും സുർക്കയും പപ്പടവും ഒക്കെ കൂട്ടി കുഴച്ച് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി മല്ലിയില ചമ്മന്തിയോ അച്ചാറോ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ നമ്മുടെ ഇന്നത്തെ ലഞ്ച് ഇതായിരുന്നു. അങ്ങനെ കുട്ടികൾക്ക് ഞാൻ ലഞ്ചെല്ലാം ഒന്ന് വേഗം പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അയാൾക്ക് ദോശ മതി പറഞ്ഞപ്പോൾ ഞാൻ അതാണ് കേട്ടോ പാക്ക് ചെയ്ത് കൊടുത്ത്. റിഹാൻക്ക് പിന്നെ സമയമായി, അവന് ജിമ്മിലെല്ലാം പോയി വരുന്ന കാരണേ ഭയങ്കര വൈകുന്നുണ്ട്, ഞാനും വൈകുന്നുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ടൈം സെറ്റാക്കണം. ഇപ്പോഴാണെങ്കിൽ ബാങ്ക് കൊടുക്കണം വൈകിട്ടല്ലേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പോകുമ്പോഴേക്കും ഏകദേശം 6 മണിയൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ റിഹാൻക്ക് കഴിക്കാൻ വേഗം കൊടുത്തു. 2 പേരും കൂടെ സ്കൂളിലോട്ട് പോവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പായിട്ട് ഞാൻ അവർക്ക് ഡിന്നറാക്കിയിട്ട് ഉണ്ടാക്കി കൊടുത്ത ഒരു ന്യൂഡിൽസിൻ്റെ റെസിപ്പിയും കൂടി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ളവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അവർ റിഹാൻ തന്നെ പോയി മേടിച്ചിട്ടൊക്കെ വന്നത്. ഞാൻ ട്യൂഷൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീട്ടിലെത്തിയിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു. ഷോർട്ട് വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കുക എന്നല്ലാണ്ട് നമ്മൾ ഡേ ഇൻ മൈ ലൈഫായിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വലിയുള്ളി, ഒരു തക്കാളി, 2 വലിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഉപ്പ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം നമുക്ക് ഇതിലോട്ട് 1 സ്പൂൺ ചിക്കൻ മസാലയും അതുപോലെ ന്യൂഡിൽസിൻ്റെ ഇപ്പിയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്, അതിൻ്റെ മസാലയും 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതാ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് ന്യൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ മസ്റ്റാണ് കേട്ടോ. ഏകദേശം 1 സ്പൂൺ മതി. പിന്നെ ഞാനിവിടെ ടൊമാറ്റോ കെച്ചപ്പ് എടുക്കുന്നുണ്ട്, അതും 1 സ്പൂൺ മതി. പിന്നെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന വേറെ ഏതെങ്കിലും ഫ്ലേവർ ഉണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇത് 2 മതി. പിന്നെ ടബാസ്കോ എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് ഇതുവരെ നോക്കിയിട്ടില്ല. നല്ല സ്പൈസിയാണ് കേട്ടോ. സ്മെല്ലിനെ ഭയങ്കര മുളകിൻ്റെ വരുന്നുണ്ട്. പിന്നെ ഷെസ്വാൻ ചട്നി കുറച്ചും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ 1 സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നിങ്ങൾക്ക് ചിക്കനൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത്. അപ്പോൾ എന്തായാലും ന്യൂഡിൽസ് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച്
ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിവിടെ അടച്ച് വെക്കുന്നുണ്ട്. തിളച്ച ശേഷം ഒരു 2 എഗ്ഗ് ഞാൻ ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സൂപ്പിൽക്കൊക്കെ ഒഴിച്ചു കൊടുക്കില്ലേ, അതേപോലെ തന്നെ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത ശേഷം ഞാൻ ഇതിലോട്ട് നമ്മുടെ ഓരോ ന്യൂഡിൽസും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേവിക്കാൻ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം, കാരണം മസാലയിലൊക്കെ ഉപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഞാൻ ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് ശേഷം മാത്രം ഇളക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ന്യൂഡിൽസ് ലവേഴ്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിതാ ഇളക്കിയെടുത്തിട്ടുണ്ട്. വേവിച്ച ശേഷം സെർവ് ചെയ്ത് പിള്ളേർക്ക് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു കുഞ്ഞു വ്ളോഗായിട്ട് ഇനി വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. മിക്കവാറും ഡെയിലി തന്നെ ഞാൻ വ്ളോഗ് ഇടാൻ മാക്സിമം ശ്രമിക്കുക. ഡെയിലി വ്ളോഗ് വേണ്ടവർ ഇപ്പോൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ. Take care. Have a nice day.